Praise the Lord. Hallelujah. We thank you, Jesus. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. Hallelujah, 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 hallelujah. ഓ നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. സ്വർഗീയ നല്ല പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട വൈകിയ സമയത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. അല്പസമയം ഞങ്ങൾ ദൈവവചനവുമായി ദൈവപാദപീഠത്തിലായിരിക്കുന്ന കർത്താവെ, ദൈവമേ, കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ദൈവിക വിടുതലായി ദൈവിക അനുഗ്രഹമായി ഭവിക്കുവാൻ ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുഴുമഹത്വവും കർത്താവ് എടുക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ വൈകിയ വേളയിൽ റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിന്റെ വചനം ശുശ്രൂഷിപ്പാൻ ദൈവം ഇന്ന് വൈകിയ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അനുഗ്രഹിക്കപ്പെട്ട അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദി പറയുന്നു, കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രത്യേകാൽ എന്നെ ഈ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസി റോസ്ലിൻ സുരേഷ് ആന്റി, പ്രിയ കുടുംബം, തന്റെ കുടുംബത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയുമാറാകട്ടെ. പ്രത്യേകാൽ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ പ്രാരംഭ നിമിഷം ഞാൻ അറിയിക്കുകയാണ്. ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾക്ക് ദൈവസന്നിധി നന്ദിയുള്ളവരായി അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 5 മാസം നമ്മെ വിട്ടുപോയി. വളരെ പ്രതിസന്ധിയായ കാലഘട്ടത്തിന്റെ നടുവിലും ദൈവം നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ആ വലിയ കൃപകളെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. പ്രത്യേകാൽ ദൈവം ഒരു പുതിയ മാസത്തിന്റെ പ്രാരംഭ ദിവസത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. ഇതുവരെ ദൈവം നമ്മെ നടത്തി പരിപാലിച്ചതെല്ലാം നമ്മുടെ കഴിവോ നമ്മുടെ ഒന്നുമല്ല, കർത്താവിന്റെ കൃപയൊന്നു മാത്രമാണ്, കർത്താവിന്റെ ദയയൊന്നു മാത്രമാണ് ദൈവം നമ്മളെ ജീവനോടെ ഈ ലോകത്ത് ശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ പദ്ധതികൾ, ദൈവിക പ്ലാനുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് നിറവേറ്റപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഈ പുതിയ മാസത്തോടനുബന്ധിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ആത്മീയ ചിന്തയാണ് നിങ്ങളുമായി ഇന്ന് വൈകിയ സമയം ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിശ്ചയമായി ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു വിഷയം, ദൈവവചനം നമ്മുടെ ലൈഫിനകത്ത് അസാധാരണ ദൈവിക വിടുതലുകളെ പരിശുദ്ധാത്മാവ് ഈ സമയം ചെയ്തെടുക്കും. ഞാൻ ഇവിടെ ഇരുന്ന് ദൈവവചനം പറയുമ്പോൾ തന്നെ പലയിടങ്ങളിൽ ഇരുന്ന് ഈ വചനം കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് ദൈവികമായ വിടുതലുകൾ പരിശുദ്ധാത്മാവ് ഇന്ന് വൈകിയ വേളയിൽ നമ്മുടെ മധ്യേ ചെയ്തെടുക്കുവാനിടയാകും. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവവചനം കേട്ടാട്ടെ. ഹല്ലേലൂയ. ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി നമുക്കേവർക്കും സുപരിചിതമായ ഒരു ദൈവവചനം ഇന്ന് വൈകിയ സമയം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. അതിന് ആധാരമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 65-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനം 65-ാം അധ്യായം 11-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കുന്നു. വചനം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആ ദൈവവചനം വായിക്കുകയാണ്. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. ഇവിടെ സംവത്സരം എന്നൊരു വാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സങ്കീർത്തനക്കാരനായ ദാവീദ് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ തന്നെ 65-ാം സങ്കീർത്തനം ആത്മാവിൽ എഴുതപ്പെടുകയാണ്. ദൈവിക അനുഗ്രഹങ്ങളെ കുറിച്ചും ദൈവസന്നിധിയിലെ ദൈവികമായ നന്മകളെ കുറിച്ചൊക്കെ തന്നെ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇവിടെ വളരെ ആധികാരികമായി തന്നെ ആത്മാവിൽ എഴുതപ്പെടുമ്പോൾ അതിന്റെ 11-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: നീ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. സ്തോത്രം. ഓരോ സംവത്സരങ്ങളെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്, അതായത് ഓരോ കാലഘട്ടത്തിൽ എപ്പോൾ നാം ജനിക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണ്. സ്തോത്രം. ദൈവവചനം എടുത്ത് നാം പഠിക്കുമ്പോൾ മോശ ജനിക്കണം ഏത് സമയത്ത്, ഏത് സംവത്സരത്തിൽ, ഏത് കാലഘട്ടത്തിൽ
കാലഘട്ടത്തിൽ മോശ ജനിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാ. സ്തോത്രം. ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കുവാൻ പ്രതിസന്ധിയാകുന്ന അല്ലെങ്കിൽ ആൺകുഞ്ഞുങ്ങളെയൊക്കെ കൊന്നു കളയണമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് മോശയുടെ ജനനം. അമേൻ അമേൻ. ആ പ്രതിസന്ധി മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ ദൈവം അവനെ ആ സംവത്സരത്തിൽ ജനിപ്പിച്ചതിന് ദൈവത്തിന് പദ്ധതി ഉണ്ടായതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് രാജാവാകുവാൻ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി ഇസ്രായേൽ മക്കളുടെ നടുവിൽ ഒരു നടത്തിപ്പുകാരനായി തീരുവാൻ ദാവീദ് ജനിക്കണം, അല്ലെങ്കിൽ ദാവീദ് ആ കാലഘട്ടത്തിൽ ജനിക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ടാണ് സമയം തെറ്റാതെ, കാലം തെറ്റാതെ, സംവത്സരം തെറ്റാതെ ദൈവത്തിന്റെ ടൈമിൽ ദൈവം ദാവീദിനെ ആ സംവത്സരത്തിൽ ജനിപ്പിച്ചു. അപ്പോൾ ദൈവവചനം ഉടനീളം നാം പഠിക്കുമ്പോൾ ഓരോ ദൈവിക ഭക്തന്മാർ, ഓരോ ദൈവിക ഭക്തമാർ ജനിച്ചിരിക്കുന്ന കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ദൈവികമായ സംവത്സരങ്ങളെ എടുത്തു പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സമയത്താണ്, ദൈവത്തിന്റെ ടൈമിലാണ്, ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ദൈവത്തിന്റെ ഭക്തന്മാരെ ദൈവം ഭൂമിയിൽ ജനിപ്പിക്കുമ്പോൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളോട് ഞാൻ പറയുന്നു, ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ ഈ ലോകത്താക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. വെറുതെ നമ്മൾ ആരും ഈ ഭൂമിയിൽ ജനിച്ചവരല്ല, ആക്സിഡന്റലി നമ്മൾ ലോകത്തിൽ വന്നവരല്ല, മറിച്ച് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായതുകൊണ്ടാണ് ഈ സംവത്സരത്തിൽ, ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ ദൈവം നമ്മെ ഈ ലോകത്ത് ആക്കി വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരനായ ദാവീദ് ഇവിടെ ആത്മാവിൽ വിളിച്ചു പറയുന്ന ചില വാക്കുകളുണ്ട്. ദൈവികമായ അനുഗ്രഹത്തെ കുറിച്ച് ദാവീദ് ഇവിടെ പറയുകയാണ്. 65-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യം മുതൽ നാം വായിച്ചു വരുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നു. 9-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു, നീ അതിന്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു, മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു, നീ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിലൂടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, നിന്റെ ഈ സംവത്സരത്തിൽ ദൈവം നിന്നെ നന്മ കൊണ്ട് അലങ്കരിക്കുമെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവികമായ അനുഗ്രഹം ദാവീദ് ഇവിടെ പറയുമ്പോൾ അതിന് മുമ്പുള്ള വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: മഴയാൽ നീ അതിനെ കുതിർക്കുന്നു. ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ ഭൂമിയുടെ അടിയിൽ അല്ലെങ്കിൽ മണ്ണിനടിയിലായിരിക്കുന്ന വിത്തുകൾ, സീഡുകൾ മഴ നിമിത്തം അതിന്റെ വെള്ളം കൊണ്ട് അത് കിളിർത്തു വന്ന് അതൊരു ഫലമുള്ള ഒരു വൃക്ഷമായി, ഒരു നന്മയായി മാറുന്നത് പോലെ സങ്കീർത്തനക്കാരൻ അതിനോട് ഉപമിച്ച് പറഞ്ഞിരിക്കുകയാണ്, മഴ പെയ്ത് എപ്രകാരമാണോ ഒരു വിത്ത് മുളച്ച് അതിന്റെ ഫലമുള്ളതായി അത് പുറത്തു വരുന്നത്, ഇതുപോലെ സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, നമുക്ക് നന്മ പ്രാപിക്കണം, ദൈവിക വിടുതൽ പ്രാപിക്കണം, ദൈവിക അനുഗ്രഹത്തിലേക്ക് എനിക്ക് എത്തിച്ചേരണം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും പലപ്പോഴും ജീവിതത്തിന്റെ അവസ്ഥകളുടെ നടുവിൽ പലവിധമായ ഭാരങ്ങളിലൂടെ, വിഷമങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം പലപ്പോഴും ദൈവത്തോട് പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്തേ കർത്താവേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത്? എന്തുകൊണ്ട് എനിക്ക് മറുപടി കിട്ടുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുന്നില്ല? പല ചോദ്യങ്ങൾ ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചോദിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുകയാണ്, നീ നിന്റെ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കാൻ പോകുക. പ്രിയപ്പെട്ടവരെ, ഈ ദൈവികമായ സ്പിരിച്വൽ ബ്ലെസ്സിങ് നമ്മുടെ ജീവിതത്തിനകത്ത് വരണമെങ്കിൽ ഞാൻ ഇന്ന് വൈകിയ സമയത്ത് ഒരു ഭൗതിക ബ്ലെസ്സിങ്ങിനപ്പുറം ഞാൻ ഒരു ആത്മീയ അനുഗ്രഹത്തെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ആത്മീയപരമായ ജീവിതത്തിനകത്ത് ദൈവിക അനുഗ്രഹങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണെങ്കിൽ നിശ്ചയമായി ഭൗതിക അനുഗ്രഹങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകും. സ്തോത്രം. അതുകൊണ്ടാണ് ദാവീദ് പറയുന്ന, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും. ദാവീദ് ഒരിക്കലും നന്മയുടെ പിറകിൽ പോകുകയല്ലായിരുന്നു, മറിച്ച് ദൈവത്തിന്റെ ഹൃദയപ്രകാരം ദൈവം ദാവീദിനെ കണ്ടു. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദാവീദ് സഞ്ചരിച്ചു തുടങ്ങിയപ്പോൾ നന്മയൊക്കെ അവന്റെ പിറകിൽ വരാൻ തുടങ്ങി. ഇതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നത്
നമ്മുടെ ആത്മ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ആരോഗ്യമുള്ളവരായി തീരണം. നമ്മുടെ ആത്മ മനുഷ്യനകത്ത് ദൈവികമായ ആ നന്മയുടെ ഉറവിടം തുറന്നു കഴിയുമ്പോൾ നമ്മുടെ ഭൗതിക വിഷയങ്ങൾക്കും അതിനോടൊപ്പം വിടുതൽ പരിശുദ്ധാത്മാവ് കൈമാറും. സ്തോത്രം. ഇവിടെ വചനം എഴുതിയിരിക്കുന്നു. സ്തോത്രം. നന്മ കൊണ്ട് നമ്മെ അലങ്കരിക്കുന്നവനാണ് ദൈവം. സ്തോത്രം. രണ്ടാമത് പറയുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് എവിടൊക്കെയോ പുഷ്ടിയില്ലാതെ, അല്ലെങ്കിൽ ഒരു സക്സസ് ഉണ്ടാകാൻ കഴിയാതെ, നമുക്കൊരു നിറവ് അനുഭവിക്കാൻ കഴിയാതെ എവിടൊക്കെയോ ഞെരുങ്ങുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാം, എവിടൊക്കെയോ തകർന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് വൈകിയ സമയത്ത് ദൈവത്തിന്റെ ആത്മനിയോഗത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം കൈമാറാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവിക കൃപാവരങ്ങൾ, ദൈവികമായ അഭിഷേകം, ദൈവം നമ്മുടെ മേൽ പകർന്നിട്ട ആ ആത്മാവിന്റെ അഗ്നി ഈ ദിവസങ്ങളിൽ അത് അണഞ്ഞിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ദൈവികമായ ഒരു മഴയ്ക്കായി, അല്ലെങ്കിൽ ദൈവികമായ ഒരു ആത്മമാരിക്ക് വേണ്ടി നാം ഓരോരുത്തരും ഒന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്താവ് ക്രിസ്തേശുവിൽ കണ്ടു. ദൈവിക വിളി അനുസരിച്ച് നാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. നമ്മളിൽ ദൈവം കൈമാറിയിരിക്കുന്ന ദൈവിക ഫലങ്ങളുടെ വിത്തുകൾ, അതൊരു പക്ഷേ പ്രവചനമായിരിക്കാം, ഒരു പക്ഷേ പല ആത്മീയ വരങ്ങളും കൃപകളും ഫലങ്ങളുമായിരിക്കാം. ഈ ആത്മീയ നിലവാരത്തിൽ നാം ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവിക കൃപാവരങ്ങൾ നമ്മളിൽ ഒരിക്കലും ഒരു വിത്തായി മാത്രം ഉള്ളിൽ ഇരിക്കുവാനല്ല, മറിച്ച് ആ വിത്ത് പുറത്ത് ഫലമുള്ളതായി നമ്മളിൽ നിന്ന് വെളിപ്പെട്ടു വരുവാൻ, അല്ലെങ്കിൽ നമ്മളിൽ അത് മാനിഫെസ്റ്റ് ആയി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു കൃപാവരം ദൈവം ഒരുവിൽ കൊടുത്തു കഴിഞ്ഞാൽ, ദൈവം ഒരു കൃപാവരം ഒരുവിൽ കൈമാറി കഴിഞ്ഞാൽ അവനിൽ മാത്രം അത് ഒതുങ്ങിയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, മറിച്ച് തന്നെത്താൻ അത് ഒരുക്കിയെടുത്ത് മറ്റുള്ളവർ കൂടി ഒരു വിടുതലായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മളിൽ നടക്കണമെങ്കിൽ ഒന്നാമതായി തന്നെ ആത്മാവിന്റെ ഒരു മഴ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നമ്മളിൽ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ ദൈവവചനം ദാവീദ് വിളിച്ചു പറയുന്നു, മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിന്റെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. ഇന്ന് വൈകിയ സമയത്ത് ദൈവസന്നിധിയിൽ ഒരാത്മ സാന്നിധ്യത്തിന് വേണ്ടി, ദൈവിക അഭിഷേകത്തിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുവാൻ നാം തയ്യാറായാൽ, നമ്മളിൽ ദൈവം കൈമാറിയിരിക്കുന്ന ദൈവികമായ വിത്തുകളെ, ദൈവികമായ അഭിഷേകം, ദൈവികമായ കൃപാവരങ്ങളെ അത് മുളച്ചു വരുവാൻ, അത് ഫലമുള്ളതായി, അതെന്ന് മൂടപ്പെട്ടതായിട്ടിരിക്കുവാനല്ല, അത് മറ്റുള്ളവർക്കൊരു വിടുതലായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ സംവത്സരത്തിൽ, ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു, ഈ ജൂൺ മാസത്തിൽ ദൈവം നമ്മളെ കുറിച്ച്, ഓരോരുത്തരെയും കുറിച്ചും ആഗ്രഹിക്കുന്നു, നമ്മെ നന്മ കൊണ്ട് അലങ്കരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാ. സ്തോത്രം. രണ്ടാമത്, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന മുൻപോട്ടുള്ള യാത്രയിൽ, നമ്മുടെ വഴികളിൽ, നമ്മുടെ ജീവിതത്തിൽ പുഷ്ടിയുള്ളതായ ഒരു സ്പിരിച്വൽ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. പിശാച് പലപ്പോഴും നോക്കുന്നത് നമ്മുടെ ആത്മ മനുഷ്യനെ ബലഹീനപ്പെടുത്തുവാനാണ്. നമ്മുടെ ഭൗതികമായ ജീവിതത്തിന്റെ അവസ്ഥകൾക്കപ്പുറം നമ്മുടെ ആത്മ മനുഷ്യനെ എവിടെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ടിട്ടിട്ട് അവിടെ വെച്ച് നമ്മുടെ ആത്മ മനുഷ്യനെ തളർത്തിക്കളയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ, വേണ്ടുവണ്ണം ആത്മാവിൽ മുന്നേറുവാൻ കഴിയാതെ നമ്മുടെ ആത്മ മനുഷ്യനെ എവിടൊക്കെയോ പുഷ്ടിയില്ലാതാക്കി കളയുന്ന ചില മേഖലകളുണ്ട്. എന്നാൽ ഇന്ന് വൈകിയ സമയം ഞാൻ പറയുന്നു, അഭിഷേക നിമിത്തം ദുഷ്ടനാകുന്ന പിശാച് ഒരുക്കുന്ന സകല നുകങ്ങളെയും പരിശുദ്ധാത്മാവ് ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മ മനുഷ്യനിൽ നിന്ന് ആ നുകത്തെ എടുത്തു മാറ്റിയിട്ട് ദൈവികമായ ഒരു വലിയ സ്വാതന്ത്ര്യത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മുടെ മേൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ യാത്രയുടെ നടുവിൽ നമ്മൾക്ക് നന്മ അനുഭവിക്കാൻ കഴിയാതെ, നമുക്ക് പുഷ്ടി പ്രാപിക്കാൻ കഴിയാതെ, നമ്മുടെ പാതകളിൽ ജയത്തോടെ നമ്മെ മുന്നേറുവാൻ കഴിയാതെ, നമ്മുടെ ആത്മ മനുഷ്യനെ എവിടൊക്കെയോ ഞെരുക്കി വെക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലകളെ ഇന്നു പകൽ ആത്മാവ് അതിന്റെ മധ്യ ഒരു വലിയ സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവ് കൈമാറിക്കൊണ്ട് നിന്റെ പാതകളിൽ, നിന്റെ വഴികളിൽ, നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ നടുവിൽ ദൈവികമായ പുഷ്ടി പരിശുദ്ധാത്മാവ് കൈമാറും. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ, ഈ ജൂൺ മാസം നമ്മുടെ ജീവിതത്തിനകത്ത് വലിയൊരു പുഷ്ടി വെളിപ്പെടട്ടെ, വലിയൊരു അബൻഡൻസ് ഓഫ് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു മാരി, ദൈവിക വിടുതലിന്റെ ഒരു ശക്തി നമ്മുടെ ഓരോ കുടുംബങ്ങളിന്മേലും ദൈവത്തിന്റെ ആത്മാവ് കൈമാറാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു,
ദാവീദ് എന്ത് ഉറപ്പോടുകൂടി തന്നെയാണ് ഇത് പറയുന്നത്? മരുഭൂമിയിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ വകയുണ്ടോ? മരുഭൂമിയിൽ പുല്ലിന് അല്ലെങ്കിൽ പുല്ലുകൾ മുളച്ചു വരുവാൻ സാധ്യതകളുണ്ടോ? സ്തോത്രം. ആമേൻ. മരുഭൂമിയിൽ പുൽപ്പുറങ്ങളിൽ പുഷ്ടി ഉണ്ടാകുന്നുവെന്ന് ദൈവവചനം പറയുകയാണ്. മരുഭൂമിയുടെ അവസ്ഥയിലും ജീവിതത്തിനകത്ത് പുഷ്ടി തരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഒരു പക്ഷെ നീ ചിന്തിക്കും, ഞാൻ ചിന്തിക്കും, ഞാൻ എന്ത് ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നത്? മരുഭൂമിയാകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദാവീദ് സങ്കീർത്തനത്തിലൂടെ വിളിച്ചു പറയുന്നു, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടിയുള്ളതാക്കുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. ആമേൻ. ഒരിക്കലും സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു മാറിപ്പോകാനല്ല, മറിച്ച് നീ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ദൈവത്തിന് ചില പുഷ്ടികളെ, ദൈവത്തിന് ചില അനുഗ്രഹങ്ങളെ കൈമാറാൻ ദൈവത്തിന് ഇന്ന് വൈകിയ സമയത്ത് പദ്ധതിയുണ്ട്. നമ്മളെ ഓരോ ഭവനങ്ങളിലും മരുഭൂമിയാകുന്ന അവസ്ഥയുടെ നടുവിലും ദൈവികമായ പുഷ്ടി നൽകുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. അടുത്തതായി പറയുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. സ്തോത്രം. വലിയ ഒരു ദൈവിക ബ്ലെസ്സിങ്ങിനെ കുറിച്ചാണ് ദൈവവചനം ഇവിടെ എഴുതിയിരിക്കുന്നത്. മരുഭൂമിയുടെ അവസ്ഥയുടെ നടുവിലും നിന്റെ ദൈവം നിനക്ക് വേണ്ടി ചില പുഷ്ടിയുടെ അനുഭവങ്ങളെ കൈമാറുന്നു. കുന്നുകളുടെ നടുവിൽ നിനക്ക് ഉല്ലാസം നൽകുന്നു, മേച്ചിൽപ്പുറങ്ങളുടെ നടുവിൽ ദൈവം നിനക്കൊരു നിറവ് കൈമാറുന്നു, താഴ്വരകളുടെ നടുവിൽ ദൈവം ചില സമൃദ്ധിയെ വെളിപ്പെടുത്തുന്നു. ഏറ്റവും അവസാനം പറയുന്നു, അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. സന്തോഷിക്കുവാനും സ്തുതിക്കുവാനും ചില വകകൾ ദൈവത്തിന്റെ ആത്മാവിന് നമ്മുടെ മേൽ കൈമാറാൻ കഴിയും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ഒന്നാമതായി ആ മഴ നമ്മുടെ മേൽ പെയ്യണം. വിത്തുള്ള സസ്യങ്ങളിൽ നിന്ന് ഫലം പുറത്തു വരേണ്ടതിന് മഴ പെയ്യുന്നത് പോലെ ആത്മമനുഷ്യനിൽ നമ്മളിൽ നിന്നുള്ള ദൈവിക ഫലങ്ങളെ, ദൈവിക അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ദൈവികമായ പ്രവൃത്തികളെ നമ്മുടെ ലൈഫിൽ വെളിപ്പെട്ട് വരുവാൻ തക്ക വിധത്തിൽ ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ ഒരു മാരി, പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെ മേലും പെയ്യട്ടെ. ആ ദൈവികമായ നന്മയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തിലേക്ക് പിശാച് ആഗ്രഹിക്കുന്നത് നിന്നെ ദുഃഖത്തിലിരുത്താനാ. നിന്റെ മനസ്സ് വിചാരപ്പെട്ട് വ്യാകുലപ്പെട്ട് തളർന്നവനായി തകർന്നവളായിരിക്കുവാൻ പിശാച് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ദൈവം ആഗ്രഹിക്കുന്നു നിന്നെ സന്തോഷമുള്ളവനാക്കി മാറ്റാൻ, നിന്നെ നന്മ കൊണ്ടൊന്ന് അലങ്കരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പിശാച് നിന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിന്റെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്നു. പിശാച് നിന്റെ തോൽവി കാണാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിന്റെ വിജയം കാണാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി, ഇന്ന് വൈകിയ സമയത്ത് പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ തന്ത്രങ്ങളെ തകർക്കുന്ന, പിശാചിന്റെ തന്ത്രങ്ങളെ തകർത്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ ആവശ്യമാകുന്ന ദൈവികമായ ഒരു അഭിഷേകത്തെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മുടെ മേൽ കൈമാറുകയാണ്. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. കേൾക്കുന്ന വചനം നിങ്ങൾ എവിടെയായിരുന്നാലും ഈ വചനം ദൈവശബ്ദമായി അത് ഏറ്റെടുത്തുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി തന്നെ അത് റിസീവ് ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായി ഈ വചനത്തിന്റെ പ്രവൃത്തി ഈ മാസം നമ്മുടെ ലൈഫിനകത്ത് ദൈവം വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഇതിനോടനുബന്ധിച്ച് തന്നെ യോവേൽ പ്രവചന പുസ്തകത്തിനകത്ത് നമുക്കത് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോവേൽ പ്രവാചകൻ വളരെ ആത്മനിയോഗത്തോടു കൂടി തന്നെ അന്ത്യകാലത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ തന്നെ യേശു കർത്താവ് പറഞ്ഞ് നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണമെന്ന് പറഞ്ഞ അതേ പ്രോമിസിനെ വർഷങ്ങൾക്ക് മുൻപ് ആത്മാവിൽ വിളിച്ചു പറയുന്ന ഒരു പ്രവാചകനാണ് യോവേൽ പ്രവാചകൻ. യോവേൽ പ്രവാചകൻ 3 അധ്യായം മാത്രമേ എഴുതിയിട്ടുള്ളൂ, സത്യമാ. പക്ഷേ ആ 3 അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്ന ദൈവിക വെളിപ്പാടുകൾ അത് വലുതാണ്. ദൈവിക വെളിപ്പാടിന്റെ ആഴം അത് വലുതാ. സ്തോത്രം. എന്നാൽ യോവേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായം അതിന്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ കാണാൻ സാധിക്കുന്നു. 21-ാം വാക്യത്തിൽ എഴുതിയിരിക്കുക, ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ച് സന്തോഷിക്കുക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഒന്നാമത് യോവേൽ വിളിച്ചു പറയുന്നത് ഇപ്രകാരമാണ്, ദേശമേ നിങ്ങൾ ഭയപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ പ്രയാസപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല, ദൈവം നമുക്ക് വേണ്ടി ഒരു വൻ കാര്യം ചെയ്തിരിക്കുകയാ. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ആൻസൈറ്റി ഉള്ളവരായി, ഉത്കണ്ഠയുള്ളവരായി ഇരിക്കേണ്ട, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മധ്യ വെളിപ്പെട്ടിരിക്കുക. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളോട് ഞാൻ അത് തന്നെയാ പറയുന്നത്. ഈ ജൂൺ മാസം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്, നിങ്ങൾ ഭ്രമിച്ചു പോകരുത്. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്നവനാണ്. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് യോവേൽ പ്രവാചകൻ ഇപ്രകാരമാ പറയുന്നത്, വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവെക്കും, വൃക്ഷം ഫലം കായ്ക്കും, അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവപുഷ്ടി നൽകുന്നു. അപ്പോൾ ഒരു അനുഭവ
ഒരു സാധ്യതയും ഇല്ലാതിരിക്കുന്ന ഇടത്ത് നിന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുകയാണ്. വയലിൽ നിന്ന് പലവിധമായ മരുഭൂമിയിൽ നിന്ന് പച്ചിപ്പ് അല്ലെങ്കിൽ ദൈവികമായ ഫലങ്ങൾ പുറത്തു വരുമെന്ന് ദൈവവചനം പറയുകയാണ്. സ്തോത്രം. അനുഭവ പുഷ്ടി നൽകുവാൻ തക്ക വിധത്തിൽ ദൈവം ചില അനുഭവ പുഷ്ടികളെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നൽകി തരുവാനിടയാകും. സ്തോത്രം. അതുകൊണ്ട് സിയോൻ മക്കളെ ഘോഷിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിക്കുവിൻ. അവൻ തക്ക അളവിനായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുൻപേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിപ്പിച്ചു തരുന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെയും സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവം ഭൂമിയെ നനയ്ക്കുന്നു, അല്ലെങ്കിൽ ദൈവം മഴ പെയ്യിപ്പിച്ച് മുളയെ പുറത്തു കൊണ്ടുവരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ദാവീദ് 65-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ തന്നെ ഇവിടെ യോവേൽ പ്രവചന പുസ്തകത്തിൽ യോവേൽ പറയുകയാണ്, ഒരു മുൻമഴയും പിന്മഴയും ഒരു വർഷം ഞാൻ നിങ്ങളുടെ മുൻപിൽ പെയ്യിപ്പിച്ചു തരികയാ. ഇത് എന്തിനു വേണ്ടിയുള്ള മഴയാ? യോവേൽ ഇവിടെ പറയുന്ന ആ മഴ എന്ന് പറയുന്നത് അത് നന്മയുടെ മഴയാണ്, അത് അനുഗ്രഹത്തിന്റെ മഴയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ തക്കയളവിനായി ദൈവം നിങ്ങളുടെ ഇടയിൽ ഈ മാരി അല്ലെങ്കിൽ ഈ മഴ പെയ്യിപ്പിച്ചു തരുമെന്ന് പറയുന്നു. ഹല്ലേലൂയ. അതിനുശേഷം അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ അപ്പോൾ ഒരു നിറവ് വെളിപ്പെടും. ഈ മഴ എപ്പോൾ പെയ്യുന്നോ അപ്പോൾ ദൈവികമായ നിറവ് സംഭവിക്കുമെന്ന് യോവേൽ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മമനുഷ്യനിൽ ദൈവികമായ ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് കഴിയുമ്പോൾ. അതുകൊണ്ട് എഹെസ്കേൽ പ്രവചന പുസ്തകത്തിനകത്ത് ദൈവവചനം വിളിച്ചു പറയുന്ന ഇപ്രകാരമാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ നദിയിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് മുട്ടോളമല്ല, അത് അരയോളമല്ല, നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരാത്മ നിയോഗത്തിലേക്ക്, ആത്മാവിന്റെ പ്രഭാഗത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറക്കുന്ന ഒരു സാഹചര്യം നമുക്ക് എഹെസ്കേലിന്റെ പ്രവചന പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നു. ഇതുപോലെ വലിയ ഒരു മഴ പെയ്തു കഴിയുമ്പോൾ, ദൈവികമായ അനുഗ്രഹത്തിന്റെ മാരി പെയ്തു കഴിയുമ്പോൾ അവിടെ ഒരിക്കലും നാശമല്ല സംഭവിക്കുന്നത്. അവിടെ തിന്മകളെ ഒക്കെ, ജീവിതത്തിന്റെ തിക്തമായ അനുഭവങ്ങളെ നന്മയാക്കി പരിശുദ്ധാത്മാവ് മാറ്റും. ഹല്ലേലൂയ. മരുഭൂമിയായിരിക്കാം, വരണ്ട നിലമായിരിക്കാം, ശൂന്യതയായിരിക്കാം, തോൽവിയായിരിക്കാം, ഇതിനെയൊക്കെ ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് ജയിച്ച് മുന്നേറാൻ കഴിയും. സ്തോത്രം. ഇതിനകത്തൊക്കെ മരുഭൂമി മാറിപ്പോകാൻ ദൈവം പറയുന്നില്ല. മരുഭൂമി മാറിപ്പോകട്ടെ എന്നല്ല, മറിച്ച് മരുഭൂമിക്കകത്ത് നിനക്ക് വേണ്ടി നീരുറവ തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ നമുക്കറിയാം അവർ പലവിധമായ സ്റ്റേജുകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അവർക്ക് വേണ്ടുന്ന ആഹാരം, അവർക്ക് വേണ്ടുന്ന വെള്ളം, അവർക്ക് വേണ്ടുന്ന സകല കാര്യങ്ങളെയും ദൈവം ആ മരുഭൂമിക്കകത്ത് നൽകി കൊടുത്തു. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവശബ്ദം അനുസരിച്ച് മോശ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണോ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടുന്നത്, ആ മരുഭൂമി യാത്രയിൽ ദൈവം അവർക്ക് വേണ്ടുന്നതൊക്കെ നൽകി കൊടുത്തു. ഇതുപോലെ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ നടുവിൽ നമുക്ക് വേണ്ടുന്ന നന്മകളെ ഏത് സാഹചര്യത്തിലൂടെ നീ കടന്നുപോയാലും, ഏത് അനുഭവത്തിലൂടെ നീ കടന്നുപോയാലും, നിനക്ക് ദൈവത്തിന് നൽകണമെന്ന് ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ, ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അതിനെ തടുത്തു വെക്കുവാൻ ആർക്കും കഴിയത്തില്ല, ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന, എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഓരോ നന്മകളെയും ആ ദൈവത്തിന്റെ ടൈം ആകുമ്പോൾ, ദൈവിക സംവത്സരങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ, ദൈവിക കാലത്ത്, ദൈവിക ടൈമിൽ, ആ ഡ്യൂ ടൈമിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നൽകി തന്ന് നമ്മെ മാനിപ്പാൻ നമ്മുടെ ദൈവം ശക്തനായ ദൈവമാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു. യോവേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ പകരം നൽകും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ആ വചനത്തിൽ നിന്ന് ചിന്തിക്കണം. നഷ്ടപ്പെട്ടുപോയ സംവത്സരങ്ങൾ. സ്തോത്രം. നമുക്കറിയാം, ഒരു സംവത്സരം കഴിഞ്ഞു പോയാൽ പിന്നെ ഒരിക്കലും ആ സംവത്സരത്തെ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. 2021 കഴിഞ്ഞു, 2020 കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പ്രസന്റ് ആയിട്ട് 2022 നിൽക്കുന്നു. ജൂൺ മാസം 1-ാം തീയതിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. 2022 മെയ് മാസത്തെ നമുക്ക് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. സ്തോത്രം. ഇതുപോലെ നമുക്ക് സമയത്തെയും തിരിച്ചു കിട്ടത്തില്ല. കഴിഞ്ഞ മണിക്കൂറുകൾ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചു കിട്ടത്തില്ല. ഇതുപോലെ നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെയും നഷ്ടപ്പെട്ടു പോയ
കാലങ്ങളെ അല്ലെങ്കിൽ സമയത്തെയും നമുക്കൊരിക്കലും തിരിച്ചു കിട്ടുന്നത് അസാധ്യമായ ഒരു വിഷയമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം യോവേൽ പ്രവാചകനിലൂടെ വ്യക്തമായി തന്നെ വിളിച്ചു പറയുന്നത് ഇപ്രകാരമാണ്: പച്ചപ്പുഴുവും ശത്രുവാകുന്നവ തിന്നുകളഞ്ഞ വിഷയത്തെ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. സ്തോത്രം. സംവത്സരങ്ങളെ നഷ്ടപ്പെട്ടു പോയതിനെ പകരം നൽകാൻ മനുഷ്യർക്ക് കഴിയത്തില്ല, നമ്മെ സഹായിക്കുന്നവർക്ക് കഴിയത്തില്ല, നമ്മുടെ അപ്പനും അമ്മയ്ക്കും കഴിയത്തില്ല, നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിയത്തില്ല. നഷ്ടപ്പെട്ടു പോയ ഓരോന്നിനും പകരം നൽകാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ഈ സമയത്ത് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളുടെ നഷ്ടങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടുന്നവർ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു, നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ ഓർത്ത് നീ വ്യാകുലപ്പെടണ്ട. നഷ്ടപ്പെട്ടതിലും ഇരട്ടിയായി പ്രതിഫലം തന്ന് മാനിപ്പാൻ എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയത്, പച്ചപ്പുഴുവും വിട്ടിലും തുള്ളനും തിന്നുകളഞ്ഞത്, നിന്റെ നന്മയെ അപകരിച്ചു കളഞ്ഞ വിഷയങ്ങൾ, നീ അനുഭവിക്കേണ്ടതായിട്ടുള്ള നന്മയെ ശത്രുവാകാൻ അപകരിച്ചു കളഞ്ഞെങ്കിൽ, നിനക്കൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിനക്കൊന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, നിങ്ങൾ മടുത്തു പോകരുത്. ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ആത്മാവിലൊന്ന് കയറി വന്നാട്ടെ. എന്റെ ദൈവം എന്നെ നടത്താൻ ശക്തനാണ്. മരുഭൂമിക്കകത്തും എനിക്ക് വേണ്ടി വഴിയൊരുക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ചെങ്കടലിനകത്തും പുതുപാത ഒരുക്കാൻ എന്റെ കർത്താവിന് കഴിയുമെന്ന് നമുക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ, ശത്രുവാകുന്നവൻ അപകരിച്ചു പോയതിനെ ഇരട്ടി പങ്കോടെ തിരിച്ചു തന്ന് നിന്നെ മാനിപ്പാൻ എന്റെ ദൈവം ഇന്നു പകൽ മതിയായവനാ. സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വചനം ഇവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: സകലത്തിനും പകരം നൽകുന്ന ദൈവം. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെ, നഷ്ടപ്പെട്ടു പോയ നന്മകളെ, നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ തിരിച്ചു പിടിക്കാൻ ഒരു വഴിയുണ്ട്. ദൈവസന്നിധിയിലേക്ക് നീ കയറിയിരിക്കുക. സ്തോത്രം. ദൈവിക പാദപീഠത്തിലേക്ക് നീ എത്തിച്ചേരുക. ദൈവസന്നിധി നിന്റെ മുഴങ്കാലുകളെ മടക്കിയിട്ട്, അപ്പ എനിക്ക് നഷ്ടപ്പെട്ടു പോയി, എനിക്ക് കഴിഞ്ഞ നാളുകൾ എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല, എനിക്കൊന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ല. നീ തുറന്ന് ദൈവസന്നിധി പറയുന്നുണ്ടെങ്കിൽ, എത്ര ടൈമാണോ നിനക്ക് നഷ്ടപ്പെട്ടു പോയത്, എന്തൊക്കെയാണോ നിന്റെ ജീവിതത്തിൽ ശൂന്യമായി പോയത്, അശൂന്യമായതിനെയൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ നിനക്കത് നിറവാക്കി തരാൻ മതിയായവനാ. ഹല്ലേലൂയ. ഒരു പക്ഷെ നിന്റെ ആരോഗ്യത്തിലാണോ നീ ഭാരപ്പെട്ടിരിക്കുന്നത്? സ്തോത്രം. ആരോഗ്യ നിലവാരത്തിൽ എന്റെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഇനി എന്നെ കൊണ്ട് ചെയ്യാനൊന്നും കഴിയത്തില്ല, ഞാൻ ഏറ്റവും ബലഹീനപ്പെട്ടു പോയി എന്നോർത്ത് വാടി തളർന്നിരിക്കണ്ട. ഏലിയാവിനെ പോലെ നീ തളർന്നിരിക്കണ്ട. ദൈവത്തിന് നിന്നെ ഇനി ദൂരയാത്ര ഓടിപ്പാനുണ്ട്. നിന്നെ ഇനി മുന്നോട്ട് നടത്തേണ്ടതായിട്ട് ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഏലിയാവിനെ പോലെ തളർന്നിരിക്കാനല്ല, നീ എഴുന്നേറ്റ് അപ്പവും വെള്ളവും കുടിച്ച് ഏലിയാവ് ധൈര്യപ്പെട്ട് എഴുന്നേറ്റതുപോലെ ഈ നാളുകളിൽ ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവിക ബലം എടുത്തുകൊണ്ട് മുന്നോട്ട് യാത്ര ആരംഭിക്കുവാൻ ദൈവാത്മാവ് പറയുകയാ. ഹല്ലേലൂയ. ഒരു പക്ഷേ നീ ഫിനാൻഷ്യലി ഒരു പക്ഷെ നിനക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, സാമ്പത്തിക നഷ്ടങ്ങൾ നിനക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിനക്ക് കിട്ടേണ്ട നന്മകൾ മറ്റുള്ളവർ അപകരിച്ചു കൊണ്ടുപോകോ, അല്ലെങ്കിൽ നിനക്ക് കിട്ടേണ്ട നന്മകൾ നിന്റെ കരത്തിൽ ലഭിക്കാതെ എവിടൊക്കെയോ സ്റ്റക്കായിരിക്കുന്ന മേഖലകൾ, എവിടൊക്കെയോ പിടിച്ചു വെച്ചിരിക്കുക, നിനക്ക് കിട്ടേണ്ട നന്മകൾ നിന്റെ കരത്തിലെത്താൻ കഴിയാതെ നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, നഷ്ടപ്പെട്ടതിനെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് തിരികെ തരും. സാമ്പത്തികം തിരികെ തരും, ആരോഗ്യം തിരികെ തരും, നന്മ തിരികെ തരും, അഭിഷേകം തിരികെ തരും. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവ സാന്നിധ്യം വിട്ട് അകന്നു മാറിപ്പോകാതെ, അപ്പ എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്ക് തിരികെ തരണം അപ്പ, സംവത്സരങ്ങൾ എനിക്ക് മടക്കി തരണം, എനിക്ക് നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ, എനിക്ക് നേടാൻ കഴിയാതെ പോയത്, ദൈവം എനിക്കൊരു സമയം തരണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി ഇന്ന് പകൽ ഞാൻ പറയുന്നു, നഷ്ടപ്പെട്ടതിനെ മുഴുവനും തിരിച്ചു തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കാരണം യോവേൽ പറയുന്നു, എന്നെ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവപൈതലാണോ? ദൈവത്തിന്റെ വചനം പറയുന്നു, യോവേൽ പറയുകയാ, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. സ്തോത്രം. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വ്യാകുലപ്പെട്ട് ലജ്ജിച്ചിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യോവേൽ 2 പ്രാവശ്യം ഈ അധ്യായത്തിനകത്ത് എടുത്തു പറയുന്നുണ്ട്, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. കർത്താവിന്റെ ജനമാണോ, കർത്താവിന്റെ മകനും മകളുമാണോ നാം ഓരോരുത്തരും? നമ്മുടെ മുഖത്തെ ലജ്ജിപ്പിപ്പാൻ ദൈവം അനുവദിക്കത്തില്ലെന്നേ. നമ്മുടെ മുഖം വാടിയിരിക്കുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. നമ്മുടെ മുഖത്തെ ആദരിക്കുന്നവൻ, നമ്മുടെ മുഖത്തെ മാനിക്കുന്നവനെയാണ് നാം സേവിക്കുന്നത്, നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നിരാശകളെ, നമ്മുടെ ഭാരങ്ങളെ ഇന്ന് വൈകിയ സമയം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റിയിട്ട് ആ ദൈവ സ്നേഹത്തിലേക്ക്, ദൈവിക ബന്ധത്തിലേക്ക് ഇന്ന് പകൽ നമുക്ക് അടുത്തു വരാം. ഹല്ലേലൂയ. പെന്തക്കോസ്ത്
പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. അവരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. പെന്തക്കോസ്ത് നാളിന്റെ അനുഭവത്തെ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കാത്തൊരു വിഷയമാണ് അവിടെ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകം. അവിടെ കൂടിയിരുന്ന സകലരുടെ മേലും ആത്മാവിന്റെ ശക്തി പതിഞ്ഞു. ദൈവികമായ അഭിഷേകത്തിന്റെ നിറവ് പ്രാപിച്ചപ്പോൾ മർക്കോസിന്റെ മാളിക മുറിയിൽ കയറിയതുപോലെ അല്ല അവർ ഓരോരുത്തരും മർക്കോസിന്റെ മാളിക മുറി വിട്ട് ഇറങ്ങിയത്. അവർ ഓരോരുത്തരും ശുശ്രൂഷകൾ ചെയ്യുവാൻ, ദൈവിക അധികാരത്തിന് ശുശ്രൂഷകളെ ചെയ്തെടുക്കുവാൻ പ്രാപ്തയുള്ളവരാക്കി ദൈവം അവിടെ നിന്ന് പുറത്തിറക്കി. അസാധാരണ വീര്യ പ്രവൃത്തികൾ ദൈവം അവരിലൂടെ ചെയ്തെടുത്തു. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സംവത്സരത്തിൽ ജീവിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു എഗെയിൻ ഒരു പെന്തക്കോസ്തിന്റെ അനുഭവം, വീണ്ടും ഒരു പെന്തക്കോസ്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ. ആ മാളിക മുറിയിൽ ഇറങ്ങി വന്ന അതേ അഭിഷേകത്തിന്റെ അഗ്നി നമ്മളിൽ നിന്ന് പുറത്തു വന്ന് അനേകർക്ക് അത് വിടുതലാകുവാൻ. പത്രോസ് 3000 കർത്താവിൽ നേടിയതുപോലെ ദൈവസന്നിധിയിൽ നമ്മൾ അനേകരെ ദൈവനാമത്തിന് നേടുവാൻ, മറ്റുള്ളവർക്ക് നാം ഒരു വിടുതലായി തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ ഒരു സംവത്സരത്തെ, അങ്ങനത്തെ ഒരു കാലത്തെ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഒന്നാമതായി നമുക്ക് വേണ്ടുന്നത് ആ അഭിഷേകത്തിന്റെ മാരി നമ്മുടെ മേൽ പെയ്തിറങ്ങണം. ആ ദൈവിക അഭിഷേകത്തിന്റെ നിറവ് നമ്മളിൽ വെളിപ്പെട്ട് വരണം. എങ്കിൽ മാത്രമേ എഗെയിൻ ആ പെന്തക്കോസ്തിന്റെ അനുഭവത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുവാൻ ഇടയാകത്തിരത്തുള്ളൂ. സ്തോത്രം. അങ്ങനെ അപ്രകാരം ദൈവിക നിറവ് നമ്മളിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നിന്റെ സംവത്സരത്തെ നന്മ കൊണ്ട് ദൈവം അനുഗ്രഹിക്കും. അതായത് വലിയൊരു കൊയ്ത്തിന്റെ അനുഭവം ജീവിതത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകുവാനിടയാകത്തീരും. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നുണ്ട്, യഹൂദേ, ഞാൻ നിന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കൊരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ജനത്തിന്റെ സ്ഥിതി മാറുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറുവാൻ ആ പരിശുദ്ധാത്മാവിന്റെ മാരിയിലേക്ക്, ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് നാം ഇറങ്ങുകയാണെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ സ്ഥിതി മാറും. ഇന്ന് നമ്മൾ കാണുന്നത് പോലെയല്ല. ഇന്ന് പക്ഷെ നീ പ്രതിസന്ധിയിലായിരിക്കാം, സാഹചര്യങ്ങളൊക്കെ മോശമായിരിക്കാം. എന്നാൽ നമ്മുടെ സ്ഥിതിയെ മാറ്റി ഒരു വലിയ കൊയ്ത്തിന്റെ അനുഭവത്തിലേക്ക്, വലിയൊരു ഹാർവസ്റ്റിലേക്ക് ദൈവാത്മാവ് ഈ മാസങ്ങളിൽ നമ്മളെ കരം പിടിക്കുക. വിശ്വസിക്കുക പ്രിയപ്പെട്ട ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കുടുംബങ്ങളിൽ മേലും ആ ദൈവിക ശക്തി വെളിപ്പെട്ട് വരട്ടെ. ഓരോ കുടുംബങ്ങളിലും ആ ദൈവികമായ അനുഗ്രഹത്തിന്റെ കൊയ്ത്ത്, രോഗസൗഖ്യത്തിന്റെ കൊയ്ത്ത്, സാമ്പത്തികമായ വിഷയങ്ങളുടെ മേലൊരു കൊയ്ത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മുടെ മേൽ കൈമാറുകയാ. സ്തോത്രം. അതുകൊണ്ട് പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന അതേ അഭിഷേകത്തിന്റെ നിറവിന് വേണ്ടി നാം ഓരോരുത്തരും ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി, കർത്താവെ എന്നെ ഒന്ന് നിറയ്ക്കണമേ, കർത്താവെ എന്റെ മേൽ ഒന്ന് പകരണമേ എന്ന് പറഞ്ഞ് ആത്മമാരിക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നാൽ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിന് എല്ലാം കർത്താവ് തിരിച്ചു തരും. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ നിരാശകളെ കർത്താവ് മാറ്റും. നിന്റെ മേൽ ദൈവിക പദ്ധതികളെ പരിശുദ്ധാത്മാവ് കൈമാറും. വലിയൊരു സമൃദ്ധി നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതകരമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കുമെന്ന് യോവേൽ പ്രവാചകൻ പറയുമ്പോൾ, നമുക്ക് വേണ്ടുവോളം ദൈവം നമുക്ക് നൽകി തന്ന് നമ്മെ മാനിപ്പാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ഹൃദയത്തെ ഒന്നും കൂടെ ദൈവസന്നിധിയിൽ ഒന്ന് ശുദ്ധീകരിച്ച് ആ ദൈവികമായ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ, നമ്മളിൽ നിന്ന് ആ വിത്ത്, ദൈവം കൈമാറിയ ദൈവിക വിത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ അത് മുളച്ചു വരുവാൻ, മറ്റുള്ളവർക്ക് അത് വിടുതലായി തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യേശു കർത്താവ് പറഞ്ഞൊരു ഉപമയുണ്ട്. വചനം കേൾക്കുമ്പോൾ പലയിടങ്ങളിൽ വീണ അവസ്ഥകളുണ്ട്. പാറമേൽ വീഴുന്നു, മുള്ളിനിടയിൽ വീഴുന്നു, വഴിയഴികെ വീഴുന്നു, നല്ല നിലത്ത് വീഴുന്നു. അപ്പോൾ നല്ല നിലത്ത് വീഴുന്ന വിത്താണെങ്കിൽ അത് 100, 30, 60 മേനി ഫലം കായ്ക്കുന്നുവെന്ന് ദൈവവചനം പറയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ദൈവവചനം നല്ല നിലത്ത് വീഴുന്ന ഒരു നല്ല ഹൃദയമാക്കി നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ഹൃദയത്തെ നാം ആത്മമനുഷ്യനിൽ ആക്കി തീർക്കുകയാണെങ്കിൽ നമ്മൾ കേൾക്കുന്ന ദൈവിക വചനങ്ങൾ അത് നമ്മുടെ ഹൃദയത്തിനകത്ത് പാവി അത് ദൈവികമായ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അതൊരു ഫലമുള്ളതായി പുറത്തു വരുവാനിടയാകും. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. സങ്കീർത്തനക്കാരൻ 65 സങ്കീർത്തനം 11 വാക്യത്തിൽ, നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഏതെങ്കിലും ഒരു വീടായിക്കൊള്ളട്ടെ, എന്തെങ്കിലും ഒരു വസ്തുവിനെ നാം അലങ്കരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടി അതിലേക്ക് പതിയും.
നമ്മൾ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ ക്രിസ്മസ് ടൈമിലൊക്കെ നമ്മൾ വാഹനത്തിലോ മറ്റോ നടന്നു പോകുന്ന സമയങ്ങളിൽ ചില വീടുകളിൽ ലൈറ്റുകൾ അധികം കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ദൃഷ്ടി അവിടേക്കാണ് പതിക്കുന്നത്. സ്തോത്രം. അപ്പോൾ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന വസ്തുവിലേക്ക് നമ്മുടെ കണ്ണുകൾ വേഗത്തിൽ പതിയപ്പെടും. ഇതുപോലെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിന്റെ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവികമായ നന്മയുടെ അലങ്കാരങ്ങൾ വെളിപ്പെട്ട് കഴിയുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണുകൾക്ക് പോലും നാം ഒരു ആശ്ചര്യ വിഷയമായി മാറും. നമ്മൾ മറ്റുള്ളവർക്ക് പോലും ഒരു അത്ഭുതമായി മാറും. സ്തോത്രം. അതുകൊണ്ട് ദൈവജനത്തിൽ പറയുന്നത്, ശത്രുക്കൾ മുൻപാകെ ഞാൻ നിനക്ക് മേശയൊരുക്കുമെന്ന്. ശത്രുക്കൾ കാണുക, ശത്രുക്കൾ കാണുന്നത് പോലെ ദൈവം മേശയൊരുക്കി മാനിക്കുന്ന കർത്താവ. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ഈ സംവത്സരത്തിൽ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു നമ്മെ ഓരോരുത്തരെയും ദൈവികമായ നന്മ കൊണ്ട് ഒന്ന് അലങ്കരിക്കുവാൻ, ഒന്ന് അലങ്കരിച്ചൊന്ന് മാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നിന്റെ തല കുനിഞ്ഞു നടന്നോ, ഒരു കാലഘട്ടത്തിൽ നീ ആരോടും മിണ്ടാതെ നിശബ്ദനായിരുന്നെങ്കിൽ അടുത്ത കാലഘട്ടം നിന്റെ തല ഉയർത്തി നടത്തുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. യോസേഫിന്റെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ അപ്രകാരം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യോസേഫ് ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സമയങ്ങളിൽ, കുറച്ച് സംവത്സരങ്ങളിൽ യോസേഫിനോട് സഹകരിപ്പാൻ ആരുമില്ലായിരുന്നു. യോസേഫിന്റെ ജീവിതം പൊട്ടക്കിണറായിരുന്നു, കാരാഗ്രഹമായിരുന്നു. എല്ലാവരും ഒറ്റപ്പെടുത്തി നിർത്തി, മാറ്റി നിർത്തി. പക്ഷേ അടുത്തൊരു കാലഘട്ടം യോസേഫിന്റെ ജീവിതത്തിൽ ദൈവം തുറന്നു കൊടുത്തു. അത് മറ്റൊന്നുമല്ല, ഒരു രാജകീയ പദവി. ദൈവം അവനെ നന്മ കൊണ്ട് അങ്ങ് അലങ്കരിച്ചു. സ്തോത്രം. അവന്റെ നന്മ കാണുവാൻ സഹോദരന്മാർ ആഗ്രഹിച്ചില്ല. അവന്റെ തിന്മ കാണുവാൻ സഹോദരന്മാരും മാതാപിതാക്കളും കൂടെയുള്ളവരും ആഗ്രഹിച്ചിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിച്ചത് അവനെ തിന്മ കാണിപ്പാനല്ല, മറിച്ച് ദൈവം യോസേഫിനെ നന്മ കൊണ്ടൊന്ന് അലങ്കരിച്ചു കഴിഞ്ഞപ്പോൾ ദേശം കാണെ അവനെ ആശ്ചര്യമായി നോക്കുവാൻ തക്ക വിധത്തിൽ ദൈവിക നന്മ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ദൈവം അവനെ രാജവസ്ത്രം അണിയിച്ചു. മറ്റുള്ളവർ കാണെ അവനെ ഒരു ശ്രേഷ്ഠ വ്യക്തിയാക്കി കർത്താവ് ദേശത്ത് മാനിച്ചെങ്കിൽ ഇന്ന് വൈകിയ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരും ദൈവം നന്മ കൊണ്ട് അങ്ങോട്ട് അലങ്കരിക്കാൻ തുടങ്ങിയാൽ നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറും. മറ്റുള്ളവരുടെ കണ്ണുകൾക്ക് നാം ഒരു അതിശയമായി, മറ്റുള്ളവർ ആശ്ചര്യപ്പെടത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ടവരെ, മോർദ്ദെഖായിയും എസ്തേറിന്റെയും ജീവിതം എടുത്ത് നോക്കുമ്പോൾ, ഹാമാൻ ഉണ്ടല്ലോ, എസ്തേറിന്റെയും മോർദ്ദെഖായിയുടെയും തിന്മ കാണാൻ ആഗ്രഹിച്ചു. എസ്തേറിന്റെയും മോർദ്ദെഖായിയുടെയും മരണം കാണാൻ ഹാമാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിച്ചത് എന്താ? നന്മ കൊണ്ട് എനിക്ക് എസ്തേറിനെയും മോർദ്ദെഖായിയും ഒന്ന് അലങ്കരിക്കണം. സ്തോത്രം. രാജാവ് വിളിച്ചിട്ട് ഹാമാനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ എന്തൊക്കെ നൽകണമെന്ന് പറയുമ്പോൾ ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ് ഹാമാൻ കൈമാറുന്നത്. രാജാവ് അണിയുന്ന രാജമോതിരം കൊടുക്കണം, രാജാവ് അണിയുന്ന വസ്ത്രം, അതെല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ലാസ്റ്റ് രാജാവ് പറയുന്നു, ഇതൊക്കെ തന്നെ മോർദ്ദെഖായിയുടെ മേൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മോർദ്ദെഖായിക്ക് ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നത് പോലെ ഇതുപോലെ തന്നെയാ പ്രിയ ശത്രുവാകുന്നവൻ നമ്മുടെ തിന്മ കാണുവാൻ, നമ്മുടെ മുഖം കുനിഞ്ഞിരിക്കുന്നത് കാണുവാൻ പിശാച് ആഗ്രഹിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു നിന്നെ നന്മ കൊണ്ടൊന്ന് അലങ്കരിപ്പാൻ. മോർദ്ദെഖായിയെ ദൈവം നന്മ കൊണ്ട് അലങ്കരിച്ചു. യോസേഫിനെ ദൈവം നന്മ കൊണ്ട് അലങ്കരിച്ചു. ദാവീദിനെ ദൈവം നന്മ കൊണ്ട് അലങ്കരിച്ചു. ദാവീദിന്റെയൊക്കെ ജീവന് വിരോധമായി, പ്രാണന് വിരോധമായി മറ്റുള്ളവർ അനേക വ്യക്തി ജീവിതങ്ങൾ അവന്റെ നേരെ എഴുന്നേറ്റു. പക്ഷേ ദൈവം അവനെ തിന്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ല. നന്മയാൽ തിന്മയെ ജയിക്കുന്ന ഒരു അഭിഷേകം അവരുടെ മേൽ കർത്താവ് നൽകി. ഇതുപോലെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഈ ജൂൺ മാസം ദൈവം നമ്മെ ഓരോരുത്തരെയും നന്മ കൊണ്ട് അലങ്കരിക്കും. പ്രത്യേകാൽ നമ്മുടെ ആത്മ മനുഷ്യനെ നന്മ കൊണ്ട് അലങ്കരിക്കും. ദൈവം കൈമാറിയ ദൈവിക അഭിഷേകത്തെ ഈ ദിവസങ്ങളിൽ ഒന്നും കൂടെ പുതുക്കി ദൈവനാമത്തിനു വേണ്ടി ശക്തമായി നിൽക്കുക. സ്തോത്രം. 2, നമ്മുടെ ഭൗതിക വിഷയങ്ങൾക്കും പരിശുദ്ധാത്മാവ് ഈ മാസക്കാലം ദൈവിക വിടുതലിനെ കൈമാറും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഫലമുള്ളവരായി നിൽക്കുക, ദൈവസന്നിധിയിൽ സന്തോഷമുള്ളവരായിരിക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അവ ആർക്കുകയും അവ പാടുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ വളരെ ഒരു സന്തോഷത്തിന്റെ അനുഭവം ജീവിതത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് കൈമാറട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഭാരപ്പെടണ്ട. നഷ്ടപ്പെട്ടു പോയ വിഷയങ്ങളെ ഓർത്ത് ചഞ്ചലപ്പെട്ട ഹൃദയത്തോടിരിക്കാതെ ദൈവസന്നിധിയിൽ ഈ വചനം ഓരോ ഹൃദയങ്ങളിനകത്തും ദൈവികമായ വിടുതലായി വൈകിയ സമയം ഭവിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റമനഗ ശന്തേരിയാർത്ഥന വൈഡമനഗസിയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
ദൈവത്തിന്റെ ആത്മാവും ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ദൈവവചനം പറയുന്നത് പോലെ നീ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു എന്ന് പറയുന്നു ദൈവവചനം പറയുമ്പോൾ, ദൈവമേ, ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ അവസ്ഥയുടെ നടുവിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിപ്പാൻ, ഞങ്ങൾക്ക് പുഷ്ടി നൽകുവാൻ, ഞങ്ങൾക്ക് നന്മ നൽകുവാൻ ദൈവം മതിയായവനാണല്ലോ. അപ്പാ, ജീവിതത്തിലെ തിക്തമായ അനുഭവങ്ങളിലൂടെ, ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ വചനം ഒരു വിടുതലായി ഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവിക അനുഗ്രഹം ഇപ്പോൾ കർത്താവെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ദൈവമേ, നഷ്ടപ്പെട്ടു പോയതിനെ ദൈവം മടക്കി കൊടുക്കണമേ. റംധരവൗ ശംധരാദിയ അർത്ഥന വൈഡൽ ഖമന്തലാദിയ. യേശുവിൻ നാമത്തിൽ ആരോഗ്യ നിലവാരത്തിൽ ക്ഷീണം അനുഭവിക്കുന്നവരുടെ മേൽ ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവെ, സമാധാനമില്ല ഹൃദയത്തിന്മേൽ ദൈവിക സ്വസ്ഥതയും സമാധാനം വാഴുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. ദൈവമേ, ഏതു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരായിരുന്നാലും കർത്താവ് ഫിനാൻഷ്യലി അവർ കർത്താവ് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവികമായ വിടുതൽ ഇന്ന് പകൽ ഞങ്ങൾ കൈമാറി പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ വചനം ഒരു വലിയ വിടുതലായി അനുഗ്രഹമാക്കി പരിശുദ്ധാത്മാവ് തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ജൂൺ മാസം മുഴുവനും പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിറവോടെ നടത്തണമേ. കർത്താവെ, സമ്പന്നതയോടെ, കർത്താവെ, ഒന്നിനും കുറവില്ലാതെ ദൈവം ഞങ്ങളെ കരം പിടിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ചഞ്ചലപ്പെട്ട് ഭാരപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥനയോടുകൂടി നാം ആയിരുന്നാൽ നമ്മുടെ സമസ്ത വിഷയങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കും. അതുകൊണ്ട് നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ, നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ, നഷ്ടപ്പെട്ടു പോയ നന്മകളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കാതെ നന്മ കൊണ്ട് എന്നെ അലങ്കരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി കേട്ട വചനത്തിൽ ഉറപ്പോടും വിശ്വാസത്തോടും കൂടി നിൽക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രത്യേകാൽ ഇപ്രകാരം ഒരു വചനം കൈമാറുവാൻ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കി തന്നതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. പ്രത്യേകം എന്നെ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസി റോസ്ലിൻ ആന്റിയോടുള്ള ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് തന്റെ ദാസിയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ നമ്മെ ദൈവം വഴി നടത്തട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ.